ഇയാളുടെ വ്യാഴത്തിന്റെ ചന്ദ്രമ്മ അത് വല്ലാത്തൊരു കിഴങ്ങ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് അതൊട്ടും ദഹിക്കുന്നുമില്ല. നിർഭാഗ്യത്തിന് കുറച്ചു കാലം ഞാനും ജ്യോതിശാസ്ത്രം വായിച്ചിരുന്നു. അത് പിന്നെ എത്രയായിട്ടും എന്നെ വിട്ടങ്ങ് പോകുന്നുമില്ല. കാലത്തിനത്ത് നീങ്ങേണ്ടേ ബർബരിനി. പുതിയ സിദ്ധാന്തമനുസരിച്ചുള്ള നക്ഷത്ര പട്ടികൾ കപ്പലോടിക്കാൻ നാവികരെ സഹായിക്കുന്നു. അവരത് ഉപയോഗിച്ചോട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നതിനെതിരായി ഒന്നും പറയാഞ്ഞാൽ മതി. പക്ഷേ ഞാൻ യുക്തിയിലാണ് വിശ്വസിക്കുന്നത്. എന്റെ സുഹൃത്തെ, യുക്തി കൊണ്ട് ഏറെ ദൂരം പോകാനാവില്ല. പ്രപഞ്ചം സൃഷ്ടാവിന്റെ മഹത്തായ സങ്കല്പമാണ്. അദ്ദേഹത്തിന്റെ അഭീഷ്ടമനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളിലൂടെ അത് അദ്ദേഹം നമ്മോട് പറഞ്ഞു തന്നു. എന്താണ് പ്രപഞ്ചത്തിൽ ചലിക്കുന്നത്, എന്താണ് നിശ്ചലമാകുന്നതെന്ന് അദ്ദേഹം കൽപ്പിച്ചിട്ടുമുണ്ട്. ദാരിദ്ര്യം, ഉച്ചനീചത്വങ്ങൾ, രോഗം, അവയെല്ലാം അദ്ദേഹത്തിന്റെ അഭീഷ്ടവും പരീക്ഷണവുമാണ്. നിശ്ചലമായി നിൽക്കുന്ന ഭൂമിക്ക് വേണ്ടിയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തിരുവചനം. അതിനെതിരെ ചെകുത്താന്റെ യുക്തിയിലാണ് താങ്കൾ സംസാരിക്കുന്നത്. സർവജ്ഞനായ ദൈവത്തിന് നക്ഷത്രങ്ങൾ ചലിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. ഇത് ബുദ്ധിയാണോ? ഞാനും പള്ളിയുടെ ഒരു ഉത്തമ പുത്രനാണ്. എന്റെ വാക്കുകൾ ദൈവനിഷേധമല്ല. ഇയാൾ നേരെയാവില്ല. എത്ര ശുദ്ധതയോടെയാണ് ജ്യോതിശാസ്ത്രത്തിൽ ഈശ്വരൻ തനി മടയനാണെന്ന് തെളിയിക്കാൻ ഇയാൾ ശ്രമിക്കുന്നത്. വിശുദ്ധ വാക്യങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ വേണ്ടത്ര ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടില്ല എന്നാണോ സുഹൃത്തെ താങ്കൾ ഈ പറയുന്നത്? തന്റെ സൃഷ്ടിയെപ്പറ്റി സൃഷ്ടിയേക്കാൾ കൂടുതൽ സൃഷ്ടാവിനാണ് അറിയുക എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? പക്ഷേ മാന്യനെ, നക്ഷത്ര ചലനം മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തെയും ആളുകൾക്ക് വ്യാഖ്യാനിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം ഞങ്ങൾ മതപണ്ഡിതന്മാരുടെ ചുമതലയാണ്. ബല്ലാർമീൻ, ശ്രീമാൻ ഗലീലിയോ, ഞങ്ങളുടെ സുഹൃത്തെന്ന നിലയിൽ താങ്കളെ വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിച്ചത് താങ്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ കൂടിയാണ്. പക്ഷേ താങ്കൾ ഇപ്പോഴും താങ്കളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഞങ്ങൾ കാണുന്നു. ആ സ്ഥിതിക്ക് ചില കാര്യങ്ങൾ താങ്കളെ അറിയിക്കുകയാവും ഉചിതമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ശ്രീമാൻ ഗലീലിയോ, ശ്രദ്ധിക്കുക. തിരുസഭ ചിലത് നിങ്ങളെ അറിയിക്കുവാൻ എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എഴുതിയത് വായിക്കൂ. സൂര്യൻ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്നും നിശ്ചലമാണെന്നും ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമല്ലെന്നും അത് ചലിക്കുമെന്നും അനുശാസിക്കുന്ന കോപ്പർനിക്കസിന്റെ പ്രബോധനങ്ങൾ നിഷ്പ്രയോജനകരവും ബുദ്ധിശൂന്യവും മതവിരുദ്ധവുമാണെന്ന് തിരുസഭ ഇന്നേ ദിവസം തീർപ്പു കൽപ്പിച്ചിരിക്കുന്നു. ആയത് അതിനാൽ പിന്തുണക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്ന് ശ്രീമാൻ ഗലീലിയോട് വിശുദ്ധ പള്ളി കൽപ്പിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? പക്ഷെ വസ്തുതകൾ കൊളീജിയം പ്രമാണത്തിലെ ജ്യോതിശാസ്ത്രജ്ഞർ എന്റെ നിഗമനങ്ങൾ ശരിവെച്ചുവെന്നാണല്ലോ ഞാൻ ധരിച്ചിരുന്നത്. അവർക്ക് തികച്ചും തൃപ്തിയായിട്ടുണ്ട്. നിങ്ങൾക്കതിൽ അഭിമാനിക്കാം. പക്ഷെ വ്യാഴത്തിന്റെ ചന്ദ്രന്മാർ, ശുക്രന്റെ കലകൾ, വിശുദ്ധ പള്ളി ഇത്തരം നിസ്സാര കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതായത് ഇനി മുതൽ ശാസ്ത്ര ഗവേഷണം നിർബാധം തുടരാം. ശ്രീമാൻ ഗലീലി, പള്ളിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കണമെന്ന് മാത്രം. ശാസ്ത്രം പള്ളിയുടെ ഓമനപുത്രിയാണ്. പള്ളിയുടെ അധികാരത്തെ താങ്കൾ തുരങ്കം വെക്കുന്നുവെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഞങ്ങൾക്ക് നിങ്ങൾ വേണം. ദുരുപയോഗം അധികാരത്തെ ദുർബലപ്പെടുത്തും. അധികാരവും ആയുധവും പൊരുത്താവഴി വന്നവരല്ലോ വഴിവിട്ടു പ്രയോഗിക്കുമ്പോൾ മൂർച്ചകെടും ദുർബലമാകും. അധികാരവും ആയുധവും പൊരുത്താവഴി വന്നവരല്ലോ വഴിവിട്ടു പ്രയോഗിക്കുമ്പോൾ മൂർച്ചകെടും ദുർബലമാകും. സഭയുമായുള്ള കരാർ ഗലീലിയോവിനെ ശരിക്കും നിശബ്ദനാക്കി. പ്രസംഗമില്ല, പ്രഭാഷണമില്ല, എഴുത്ത് ഇല്ലേയില്ല. എങ്കിലോ രാത്രി തന്റെ ടെലസ്കോപ്പിന്റെ കുഴലിലൂടെ ഭൂമിയെ വിട്ട് ആകാശത്തിന്റെ അനന്തതകളിലേക്ക് പറക്കുകയാണ് ഗലീലിയോ.
തന്റെ ഭാവനകൾക്കും അനുമാനങ്ങൾക്കും തെളിവുകൾ തേടി കണ്ണുകളാൽ നേരിട്ട് കണ്ടറിഞ്ഞ് എല്ലാം ഉറപ്പാക്കുന്നതിനായി. സാക്ഷി, ആന്റി എവിടെ? ഒന്നും പറയേണ്ട ഗലിയോ, രാവിലെ പുറത്തേക്ക് പോയതാ, പ്രാതൽ കൂടി കഴിക്കാതെ. ഇങ്ങനൊരു കുട്ടി. കൊച്ചു പ്രായം തൊട്ടേ അവനെ എനിക്കറിയാം. മിടുക്കനാണ്. നോക്കിക്കൊള്ളൂ, നാളത്തെ ഇറ്റലിയിലെ വലിയൊരു ശാസ്ത്രജ്ഞനായി അവൻ വളരും. നിങ്ങളെപ്പോലെ വലിയ അള്ളപ്പം വന്നുകൂടാൻ കഴിഞ്ഞത് എന്റെ മകന്റെ ഭാഗ്യം. പക്ഷെ ഗലീലിയോ, ഞാനൊന്നും അറിയാത്തവളാണ്. എനിക്ക് പഠിത്തമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് അറിവുണ്ടായിട്ടും നിങ്ങളുടെ കാര്യം കഷ്ടമായി പോയി. അതെന്താ സാക്ഷി? പള്ളിയുടെയും പട്ടക്കാരുടെയും വെറുപ്പും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് നിങ്ങൾക്ക് മിച്ചം. എനിക്കറിയാം, നിങ്ങൾക്കിപ്പോൾ പ്രസംഗമില്ല, എഴുത്തുമില്ല, ഈ കുഴലിൽ കൂടിയുള്ള നോട്ടവുമില്ല. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, വെനീസിന് ഫ്ലോറൻസിലേക്ക് വരണ്ട വല്ല കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നോ? ഇവിടെ വന്നിട്ട് കൊല്ലം എത്ര കഴിഞ്ഞു? 10 or 15. എന്നിട്ട് നിങ്ങൾ ആശിച്ച പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതൊക്കെ പഴയ കഥ സാക്ഷി. ഇന്ന് എതിർക്കുന്നവർക്ക് നാളെ ഇത് അംഗീകരിക്കേണ്ടി വരും. എല്ലാം എന്നും ഒരുപോലെയാകുമോ? ഏതായാലും നിങ്ങളും ആന്റിയായും എന്റെ പ്രിയ സുഹൃത്ത് സകൃതയും എന്നോടൊപ്പം വന്നല്ലോ. അത് തന്നെ വലിയ കാര്യം. നമുക്ക് വെനീസിലേക്ക് തിരിച്ചു പോകാം. സാക്ഷി, ജലീലിലേക്ക് ഒരഭയത്തിയാവാൻ പറ്റില്ല. അമ്മേ, ആൻഡ്രിയ, നീ പ്രാതൽ കൂടി കഴിക്കാതെയല്ലോ പോയത്? ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാണല്ലേ. ഗലീലിയോ, ഒരു സന്തോഷ വാർത്ത. പുതിയ പോപ്പായി താങ്കളുടെ സുഹൃത്ത് കർദിനാൾ ബർബറേലി സ്ഥാനമേറ്റിരിക്കുന്നു. പോപ്പിന്റെ കസേരയിൽ ഒരു ഗണിതത്തിൽ വളരെ സന്തോഷം. ദൈവത്തിന് സ്തുതി. ആന്റിയ, നമുക്കിത് ആഘോഷിക്കണം. നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാനുള്ള സന്ദർഭമാണ് ഒത്തുവന്നിരിക്കുന്നത്. ഇനി 2 × 4 എന്ന് പറയാൻ കുറ്റവാളികളെ പോലെ പമ്മി നടക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാലമല്ലേ വരുന്നത്. നിങ്ങളിങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ എന്റെ നെഞ്ചിൽ തീയാളും. പിന്നെ സഭക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള പുറപ്പാടത്. അപ്പോഴാണ് നിങ്ങളിങ്ങനെ ചിരിക്കാറുള്ളത്. ഓ എന്റെ അമ്മേ, ശാസ്ത്രകാരന്മാർക്കും ചിരിക്കാനൊരു കാലം പറഞ്ഞോട്ടെ. ഗലീലിയോ വളരെ സന്തോഷത്തിലാണല്ലോ. അല്ല, എന്താ പുതിയ പരിപാടി? നീണ്ട 15 വർഷത്തെ കാത്തിരിക്കും. എന്റെ ഒരു ആയുഷ്കാലത്തെ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും മഹനീയ ഫലങ്ങൾ. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് എന്റെ കണ്ണുകൾ മാത്രം നോക്കിക്കണ്ട മഹനീയ സത്യങ്ങൾ. സകൃതോ, ഇതൊന്നും എന്നോടൊപ്പം ഇല്ലാതായിക്കൂടാ. അതുകൊണ്ട് ആൻഡ്രിയ, എനിക്ക് കാത്തിരിക്കാൻ ഒട്ടും സമയമില്ല. ഞാൻ എല്ലാം എഴുതി തുടങ്ങിയാണ്. അല്ല, എന്താ ഉദ്ദേശിക്കുന്നത്? പുസ്തകം എഴുതുകയോ? പുസ്തകം തന്നെ. പക്ഷേ ഇത്തവണ കുറച്ച് പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ലാറ്റിൻ ഭാഷയിലല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന അവിടുത്തെ നാട്ടുഭാഷയിൽ. അത് ശരിയാ, മാതൃഭാഷയിൽ ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഇറ്റാലിയൻ ഭാഷ. അപകടം സാധാരണക്കാർ, തോട്ടങ്ങളിൽ അടിമകളെ പോലെ പണിയെടുക്കുന്ന അടിയാളന്മാർ, അവരൊക്കെ വായിച്ചേക്കും. അത്രയല്ലേ ഉള്ളൂ. അവർ വായിച്ചേക്കും, അവർ ചിന്തിക്കാൻ പലതും തുടങ്ങിയേക്കും. അതാണ് അപകടം. നിങ്ങൾ അവർ പിന്നെ ശിക്ഷിക്കും. അമ്മേ, അതെ, നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്? സൂര്യകാന്ത സിദ്ധാന്തം? അതെ, അത് തന്നെ. അത് വെറും അനുമാനമല്ലെന്നും അതിന് ശാസ്ത്രീയമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ തെളിവുകളുടെ അടിത്തറയുണ്ടെന്നും ഞാൻ പറയും. അന്ന് റോമിൽ വെച്ച് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തതല്ലേ ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന പ്രാന്തിൽ മേലിൽ ഇടപെടുന്നത്? സാക്ഷി, അന്നൊരു പിന്തിരിപ്പൻ പോപ്പായിരുന്നു. ഇന്നെന്റെ സുഹൃത്ത്.